ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇങ്ങനെ ആക്രാന്തം പാടില്ല ചേച്ചി. വയറ് പൊട്ടിപ്പോവും. എടി 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 അത് പറയാൻ നീ ആരാടി ചിമിഴെ? ഞാനും എന്റെ മോളുവേ ഈ കുടുംബത്തിലെ അംഗങ്ങളാ. ഇടം വല്ലം നോക്കാതെ ഞങ്ങൾക്ക് തിന്നാം. വന്നിട്ടായ നിനക്ക് എന്താടി അതിനുള്ള യോഗ്യത? വസന്തേച്ചി വെറുതെ വേണ്ടാട്ടോ. ദേമോളെ കൊച്ചാക്കി ഭരിക്കാൻ നോക്കണ്ട. എന്നെ എന്റെ മോളെ ദാരിദ്ര്യം പറഞ്ഞ് ഇവിടുന്ന് ഇറക്കി വിടാവന്നേ ആരും നോക്കണ്ട. ജഗ, എന്റെ അനിയത്തിയെ ഒരു കാന വിത്ത. നീ ഭക്ഷണ കാര്യത്തിൽ അലമ്പ് കാണിച്ചു പിശിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണെന്നൊക്കെ ഞാൻ പറഞ്ഞത് തെറ്റായി പോയി. നീ പോയി പണം വാരി അറിഞ്ഞിട്ടല്ലേ അനിയ ഈ സാധനങ്ങളൊക്കെ ഷഡേന്ന് ഇവിടെ എത്തിച്ചത്. ആ നല്ല മനസ്സ് എന്നും ഉണ്ടാകണേ അനിയ. നല്ല മനസ്സ് എന്നും ഉണ്ടാവും. പക്ഷേ ഇവിടെ ഭക്ഷണക്കാര്യത്തിൽ പലപ്പോഴും ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസ്സ് ചേച്ചിക്ക് ഉണ്ടാവണം. ഓ, തുടങ്ങിയല്ലോ വീണ്ടും ദാരിദ്ര്യം പറച്ചില്. എന്താ അനിയ, ഞാനും മോളും ഇവിടുന്ന് പോണോ? എന്ന് ഞാൻ പറഞ്ഞില്ല. ചില അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ സഹകരിക്കണമെന്നേ പറഞ്ഞുള്ളൂ. എന്തോന്ന് അഡ്ജസ്റ്റ്മെന്റ്? നീ പോയേ കുറുപ്പമ്മാവനോട് ചോദിച്ചു കഴിഞ്ഞാല് 4-5 ലക്ഷമൊക്കെ വെറുതെ കിട്ടില്ലേ? ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ ഒരു 2-3 ലക്ഷം കരുതി വെക്കനിയാ. മതി വന്ദനമ്മേ, എനിക്ക് സ്കൂളിൽ പോണം, കുളിക്കണം. അയ്യോ, എന്റെ മോക്ക് സ്കൂളിൽ പോണം. എടി ഭക്ഷണം മതിയാക്കിയേ. കുളിച്ചിട്ട് വന്നിട്ടേ ഒരിക്കൽ കൂടി കഴിക്കാം. എന്നിട്ട് വാ. ചേച്ചി, ദീമൊക്കെ നേരത്തെ പോകേണ്ടതാ. ആദ്യം അവള് കുളിക്കട്ടെ ചേച്ചി. അത് വേണ്ട, രമ്യമോൾ ആദ്യം കുളിക്കട്ടെ. അല്ലെങ്കിലേ അവക്ക് നീർവീഴ്ച ഉണ്ടാവും. വാ, അതോടെ വെക്കൂ. ഞാൻ ലേറ്റ് ആവും. മിസ് വഴക്ക് പറയും അങ്കിളെ, എനിക്ക് കുളിക്കണം. മോള് തൽക്കാലത്തേക്ക് വെള്ളം ഒന്ന് കോരി ഒഴിച്ച് പുറം നനച്ചാ മതി. ജഗ, ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യക്തിയല്ല ചേച്ചി. അവരിവിടെ പൊറപ്പിച്ച കടം കയറി നമ്മൾ മുങ്ങിപ്പോവും. പറഞ്ഞേക്കാം. മോള് വാ. മാനത്തെ കൊട്ടാരം